ഹായ്, ഇന്നൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മെയിനായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട്, എന്നോട് പല ആൾക്കാരായിട്ട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മളെ താമരയുടെ നന്നായിട്ട് വളം കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ മുട്ട് കരിഞ്ഞു പോകുന്നുണ്ട്, താമരയുടെ മുട്ട് കരിഞ്ഞു പോവുക എന്നുള്ളൊരു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇലകൾ പഴുത്തിട്ട് ഒരു ഇതുമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ സംശയങ്ങളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെയിലിൽ നിന്ന് മഴയിലേക്ക് മാറുക, അതേപോലെ തന്നെ മഴയിൽ നിന്ന് വെയിലിലേക്ക് മാറുക. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. പെട്ടെന്ന് മുട്ട് കരിഞ്ഞു പോകുന്നതും അതേപോലെ തന്നെ ഇലകൾ പഴുത്ത് പോകുന്നതും. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയാൻ നമുക്കിപ്പോൾ ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ടപ്പ് ക്ലീനായിട്ട് ഇരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ പഴുത്ത ഇലകളാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ മുട്ടുകൾ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഫ്ലവറിങ് വിരിഞ്ഞ വെറൈറ്റി ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ തണ്ടുകളും ലീഫുകളൊക്കെ കട്ട് ചെയ്തിട്ട് ക്ലീനായിട്ട് എപ്പോഴും ഇരിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ പുതിയ ഇലകൾ വരുമ്പോൾ അതിനൊരു ഡാമേജും വരാതെ നല്ല രീതിയിൽ വളർന്ന് ഫ്ലവറിങ് കൂടാൻ നമുക്ക് കാരണമാവും. പിന്നെ എപ്പോഴും കാണുമ്പം എപ്പോഴും ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മൾ ഏതാണെങ്കിലും ഒരു വൃത്തി ഉണ്ടെങ്കിലാണ് ആ ഒരു ടപ്പ ക്ലീൻ ആകുമ്പോഴാണ് എപ്പോഴും നല്ല ഫ്ലവറിങ് ഉണ്ടാവുക. അടുത്തത് ചോദിക്കുന്നതാണ് ഫ്ലവറിങ് കൂടാൻ. ഫ്ലവറിങ് എങ്ങനെയാണ് കൂടുക എന്നുള്ളതാണ്. എനിക്കിവിടെ ഇത് കണ്ടോ, ഒരു ബഡിൽ തന്നെ ഇഷ്ടംപോലെ ഫ്ലവറിങ് ഉള്ള ഇതാണ് ഈ കാണുന്നത്. എത്ര പോലെ ബഡ് നിൽക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ ഇഷ്ടം പോലെ അറിയാം. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് കാര്യം, നല്ല വെറൈറ്റി നോക്കി സെലക്ട് ചെയ്യാം. പൂക്കുന്ന വെറൈറ്റി നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും പറയണ പോലെ അടിവളമായിട്ട് കൊടുക്കുന്ന വളങ്ങൾ ആട്ടുംകാഷ്ടം, എല്ലുപൊടി അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇതിലേതെങ്കിലും ചൂസ് ചെയ്യുക. പ്രോപ്പറായി നടുക. പിന്നെ മെയിനായിട്ട് നല്ല വെയിലുള്ള ഡയറക്റ്റ് 8 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യുക, സ്ഥലം സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ അടിവളമായിട്ട് കൊടുത്തതിന് പുറമെ ഞാനിവിടെ ഇത് അടിവളം, എൻ്റെ ഇത് അടിവളം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനതൊന്നും ചെയ്തിട്ടില്ല, അടിവളമായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി പൂക്കണില്ല എന്നുണ്ട്, നിങ്ങൾക്ക് നല്ല പൂക്കണം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് രാസവളമായ DAP അല്ലെങ്കിൽ NPK 19 ഒരു സ്പൂണിൽ കിഴി കെട്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ആഴ്ത്തി കൊടുക്കുക. അതിൻ്റെ ഒരാഴ്ച കൊണ്ട് തന്നെ ആ പ്ലാന്റിന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫ്ലവറിങ് കൂട്ടാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ എത്ര സമയം പിടിക്കും നമുക്ക് അത് കിഴങ്ങായി കിട്ടാൻ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. എനിക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാൻ പറ്റിയത്, നല്ല ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 4, 5, 6 മാസം പിടിക്കും ചിലത് ട്യൂബറായി കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ട്യൂബർ കിട്ടാൻ സെയിൽ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അത് വളം കുറച്ച് കൊടുക്കുക. വളം കുറച്ച് കൊടുത്താലാണ് ആ ഫ്ലവറിങ് നിൽക്കുകയുള്ളൂ. ഫ്ലവറിങ് നിന്നാലാണ് കിഴങ്ങ് ഫോം ചെയ്യുക. അപ്പോൾ ആ കിഴങ്ങ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളം കുറക്കണം. നേരെ മറിച്ച് ഫ്ലവറിങ് കാണാനാണെങ്കിൽ വളം ഇട്ട് കൊടുക്കണം. അതല്ല, ട്യൂബറാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളം കുറച്ച് കൊടുത്താൽ മാത്രമാണ് ആ ഫ്ലവറിങ് നിന്നാലാണ് കിഴങ്ങ് രൂപപ്പെടുള്ളൂ.
ആ സമയത്താണ് നമുക്ക് കിഴങ്ങ് കിട്ടുകയുള്ളൂ. ഡോർമെൻസി എന്ന് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഇത്ര കാലയളവിൽ എന്ന് പറയാൻ പറ്റൂല. പിന്നെ ഒരു സെമി ട്രോപ്പിക്കൽ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് എന്തായാലും ട്യൂബർ കിഴങ്ങ് ഫോം ചെയ്യും. അപ്പോൾ കിഴങ്ങ് ഫോം ചെയ്യണ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുക അത് ലീഫുകളൊക്കെ കരിഞ്ഞ് ഫ്ലവറിങ് നിൽക്കുന്ന ഒരു ടൈമിലാണ് നമുക്കൊരു ട്യൂബർ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ പറയാനുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ. പക്ഷേ ഒരു മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ, കൂടുതൽ ലെങ്ത് ആവണ്ടല്ലോ വീഡിയോ വെച്ചിട്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ കൂടുതൽ അറിവുകൾ നമ്മൾ പങ്കുവെക്കാം. സംശയങ്ങൾ ഇതേപോലെ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റുകളിലൊക്കെ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.